അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജദ്വലുൽ മുഹ്തവിയാത്താണ്, ടേബിൾ ഓഫ് കണ്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, ദീർഘമായിട്ടുള്ള ഈ പറയുന്ന ഡോക്യുമെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ ടേബിൾ ഓഫ് കണ്ടൻ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഒരു ഡിഗ്രിക്ക് ചെയ്യുന്ന ഒരു ഡിസർട്ടേഷൻ്റെ മാതൃകയാണ്. അപ്പോൾ ഇതിൽ മുഖദ്ദിമ കൊടുത്തു, പിന്നെ ബാബുൽ ലെവൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 38 പേജിലുള്ള ഡോക്യുമെൻ്റാണ്. അപ്പോൾ 38 പേജിലുള്ള ഡോക്യുമെൻറ്റിൽ പെട്ടെന്ന് അതിൻ്റെ മൂന്നാമത്തെ ബാബിലേക്ക് പോകാൻ, അതല്ലെങ്കിൽ അതിൻ്റെ മസാദിർ അൽ മറാജിയിലേക്ക് പോകാൻ ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്തുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റൈൽസാണ്. ആ സ്റ്റൈൽസ് അനുസരിച്ച് ഹെഡിങ്ങും സബ് ഹെഡിങ്ങും നോർമൽ പാരഗ്രാഫൊക്കെ ഈ സ്റ്റൈൽ അനുസരിച്ച് നൽകിയത് കൊണ്ട് തന്നെ അതൊക്കെ ഈ ഒരു ഹെഡിങ്ങിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതൊരു ടേബിൾ ഓഫ് കണ്ടൻറ്റ്, ഇപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് ഈ പറയുന്ന ടേബിൾ ഓഫ് കണ്ടൻറ്റ്. ഇതുപോലൊരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കായി നൽകാൻ നമുക്കിതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ജദ്വലുൽ മുഹ്തവിയാത്ത് ഹുവ ميزة في مايكروسوفت وورد تتيح إنشاء قائمة منظمة ومهيكلة تضم عناوين الفصول والأقسام والعناوين الفرعية الموجودة في المستند. ഒരു ഡോക്യുമെൻറ്റിനകത്തുള്ള വ്യത്യസ്ത പാർട്ടുകൾ, അതല്ലെങ്കിൽ അനാവീനുൽ ഫുസൂൽ, ഓരോ ചാപ്റ്ററിൻ്റെ ടൈറ്റിലുകൾ, അതല്ലെങ്കിൽ അതിൻ്റെ പാർട്ടുകൾ, അനാവീനുൽ ഫറഇയ്യ സബ് ഹെഡിങ്ങുകൾ അല്ലെ സബ് ടൈറ്റിലുകൾ, ഇതൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതിനൊക്കെ ഓർഗനൈസ് ചെയ്യാൻ മുനല്ലമത്തുമ്പോൾ മൊഹൈക്കലത്ത് എന്നാൽ അതിനെ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്, ഒരു സ്ട്രക്ചേർഡ് ആക്കി മാറ്റുന്ന ഒരു ഖായിമത്ത്, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ, ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഉണ്ടാക്കി വെക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ജദ്വലുൽ മുഹ്തവിയാത്ത്. മാൽ ഇഷാറത്തിൽ അർഖാമു സഫഹാത്തുൽ ഖാസ ബിഹ. മാത്രമല്ല, ഇങ്ങനെ ഇതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമല്ല, അതിലെ സബ് ഹെഡിങ്ങുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഇതുപോലെ അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ പേജ് നമ്പർ കൂടി ഇവിടെ ക്രമപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ ചാപ്റ്ററും അതല്ലെങ്കിൽ ഓരോ ഏരിയകളും നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള വർക്കിൻ്റെ ഓരോ ഏരിയയും ഏത് പേജിലാണുള്ളതെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. يعمل جدول المحتويات كأداة تنقل تسهل للقارئ الوصول إلى أجزاء المستند المختلفة بسرعة. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജദ്വലുൽ മുഹ്തവിയാത്ത് ഉപയോഗിക്കുന്നത് അദാത്ത് തനക്കുലിൻ, അതൊരു നാവിഗേറ്റിംഗ് ടൂളായിട്ടാണ് അല്ലെ. തുസഹിൽ ഖാരി അൽ വസൂൽ ഇല അജ്സാ അൽ മുസ്തനദ് അൽ മുഖ്തലിഫ ബിസുറത്തിൻ. ഒരു ഡോക്യുമെൻറ്റിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വായനക്കാരന് പെട്ടെന്ന് എത്താൻ കഴിയുന്ന, പെട്ടെന്ന് അതിലേക്ക് ആക്സസ് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു നാവിഗേഷൻ ടൂളാണ് ഈ പറയുന്ന ടേബിൾ ഓഫ് കണ്ടൻറ്റ്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ മസാദിർ അൽ മറാജി അല്ലെങ്കിൽ ഖാത്തിമയിലേക്ക് പോകണം. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 32ാമത്തെ പേജിലാണ് ഖാത്തിമ ഉള്ളത്. ജസ്റ്റ് നമ്മൾ കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഇതിമ ക്ലിക്ക് ചെയ്യുമ്പം നേരെ ഖാത്തിമയിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ആ ഡോക്യുമെൻറ്റ് ചെയ്യുമ്പോൾ ഇനി ഇത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ആദ്യത്തിൽ കൊടുക്കുന്ന ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. യത്തിമ ഇൻഷാ ജദ്വലുൽ മുഹ്തവിയാത്ത് തിൽഖായിയൻ ബിനാഅൻ അലൽ അൻമാത്തുൽ മുസ്തഖ്ദിമ ഫി തൻസിഖിൽ അനാവിൻ. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ പ്രസക്തി. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള അൻമാത്തുകൾ, സ്റ്റൈലുകൾ, ആ സ്റ്റൈലുകൾ യൂസ് ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതുപോലൊരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇദ്റാജ് ജദ്വലുൽ മുഹ്തവിയാത്ത്, എങ്ങനെയാണ് ഒരു ഡോക്യുമെൻറ്റിലേക്ക് ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ലോ അൽ മുഅശ്ശറഫിൽ മക്കാനിലതി തുരീദു ഇദ്റാജ് ജദ്വൽ ഫിഹി. നമുക്ക് ആ ഡോക്യുമെൻറ്റിലെ ഏത് പേജിലാണ്, ഏത് സ്ഥലത്താണോ ഈ ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് അത് എപ്പോഴും ഒരു കവർ പേജിന് ശേഷം നെക്സ്റ്റ് പേജായിട്ടായിരിക്കും ഈ പറയുന്ന ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തിന് ബാദൽ ഖിലാഫ് എന്നാൽ അതിൻ്റെ കവറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് മുഹ്തവിയാത്ത് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ ഒരു പേജിൽ ഇവിടെയാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്തു. ഇൻതഖിൽ ഇലാ അലാമത്ത് തബ്വീബ് മറാജിഅ.
റെഫറൻസസ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. നമ്മുടെ മെനു ബാറിലെ റെഫറൻസസ് എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യാതെടുക്കുക. ഇൽഗത്ത് അല ജദ്വലിൽ മുഹ്തവിയാത്ത്, ഈ റെഫറൻസിലെ ഫസ്റ്റ് പോയിൻ്റ് തന്നെ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്കിവിടെ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഖ്തർ നംതൻ ജാഹിദൻ ഔ ഇൽഗത്ത് അല ജദ്വൽ മുഹ്തവിയാത്തുൽ മുഖസ്സസ് ലി തഖ്സീസിൽ ഇദാദാത്ത്. അപ്പോൾ ഇവിടെ നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ ബിൽറ്റിൻ ആയിട്ടുള്ള, അതിൽ ഓട്ടോമാറ്റിക്കലി അവിടെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മോഡലുകൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഇഖ്തർ നംതൻ ജാഹിസൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡൽ നമുക്കവിടെ സെലക്ട് ചെയ്യാം അല്ലേ. അതല്ലെങ്കിൽ ഇൽഗത്ത് അല ജദ്വൽ മുഹ്തവിയാത്തുൽ മുഖസ്സസ്, ഇവിടെ കസ്റ്റം അല്ലേ, കസ്റ്റം ടേബിൾ ഓഫ് കണ്ടൻറ്റ്, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലിപ്പോൾ 3 മോഡലുകൾ നൽകിയിട്ടുണ്ട്. ഈ 3 മോഡലുകൾക്ക് പുറമെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ മറ്റൊരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റം ചെയ്തിട്ട് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ നമുക്കതിൽ എങ്ങനെയാണ് ഇത് വേണ്ടത്, അതിൻ്റെ മറ്റുള്ള ഫോർമാറ്റിംഗ് ഒക്കെ നമുക്കിവിടെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ ഈ ടേബിളിൽ നിന്ന് ആണ് ഈ ഒരു ഒന്നാമത്തെ മാതൃക സ്വീകരിക്കുകയാണ്. ഇതാ കവർ പേജ് ഉണ്ട്. കവർ പേജിന് ശേഷം നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഇവിടെ ആഡ് ചെയ്യാം. ഈ ഒരു പേജിലാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കേഴ്സർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ മൗസ് പോയിൻ്റർ വെച്ചിട്ടുണ്ട്. ഇവിടെ അടയാളം കാണുന്നുണ്ട്. ഓക്കെ, ഇനി അതിലേക്ക് നമുക്ക് റെഫറൻസസ് മറാജി എന്ന് പറയുന്ന നമ്മുടെ മെനു ബാറിലെ ടാബിൽ പോയി കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്താൽ അതിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻറ്റ് വന്നു. ഇനി ഇവിടെ ഓൾറെഡി ഇത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇതേ ഒരു മാതൃക ആയതുകൊണ്ട് അതിൽ കണ്ടൻറ്റ് എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ കണ്ടൻറ്റ്സ് എന്നതിന് പകരം നമുക്ക് ഇത് കൊടുക്കാനൊക്കെ പറ്റും. മുഹ്തവിയാത്ത് എന്നാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, മുഹ്തവിയാത്ത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലെ ടേബിൾ ഓഫ് കണ്ടൻറ്റ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആ പേജുകൾ തന്നെ പേജ് നമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നൽകിയുള്ള മെയിൻ ഹെഡിങ്ങുകൾ ഈ ഒരു അലൈൻമെൻറ്റിൽ വന്നിട്ടുള്ളത്. അതിലെ സബ് ഹെഡിങ്ങുകൾ കുറച്ചുകൂടി ഇൻറ്റൻറ്റ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് വന്നുള്ളത്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൽ ടൈറ്റിലുകൾ ഏതാണ്, സബ് ടൈറ്റിലുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അത് വരുന്നത്. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലഭ്യമാകും. ഒരു പ്രാവശ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇനിയും അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, ആ ഡോക്യുമെൻറ്റിൽ നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് കൊടുത്തു, വീണ്ടും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി എന്ന് കരുതുക. ആ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. അപ്പോൾ ഒഴിവാക്കി കളയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നമ്മുടെ ടേബിൾ ഓഫ് കണ്ടൻറ്റിൽ നിന്ന് ഇനിയും കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാനുണ്ടാകും. അപ്പോൾ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഓഫ് കണ്ടൻ്റ് ആണ്, പക്ഷേ ഇതിലുള്ള മുഴുവൻ ഹെഡ്ലൈനുകളും ഇപ്പം ഈ ഡോക്യുമെൻറ്റിലില്ല. അപ്പോൾ അതിനനുസരിച്ച് അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാനുള്ള കാര്യം നോക്കാം. തഹദീസ് ജദ്വലിൽ മുഹ്തവിയാത്ത്, അപ്ഡേറ്റ് ടേബിൾ ഓഫ് കണ്ടൻസ് ബഅദ ഇജ്റാഇ തഗയ്യുറാത്ത് അലൽ മുസ്തനദ്. ഡോക്യുമെൻറ്റിൽ ആവശ്യമായ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതിന് ശേഷം ഇൻഖർ ദാഖിലൽ ജദ്വൽ, ആ ടേബിളിനകത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ടേബിളിനകത്ത് ക്ലിക്ക് ചെയ്തപ്പം ഇപ്പം കണ്ടോ ഒരു ബോക്സ് ആയിട്ട് ഇവിടെ വന്നു. ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇൽഗത്ത് അലാ തഹദീസിൽ ജദ്വൽ, അപ്ഡേറ്റ് ടേബിൾ എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോഴേക്ക് എന്ത് ചെയ്തു, ആ ടേബിൾ അപ്ഡേറ്റായി. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മുഹ്തവിയാത്ത് ചെറുതായി ഇങ്ങനെ ആയി തീർന്നിട്ടുണ്ട്. പേജ് നമ്പർ അടക്കം അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തേത് ഇഖ്തർ തഹദീസിൽ ജദ്വൽ ബിൽ കാമിൽ. അപ്പോൾ ഇവിടെ 2 ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ ഇങ്ങനെ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്ഡേറ്റ് എൻറ്റയർ ടേബിൾ, നമുക്ക് ആ ടേബിളിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതടക്കം മാറാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്, അപ്ഡേറ്റ് എൻറ്റയർ ടേബിൾ എന്നുള്ളത് അല്ലേ. അഖ്തർ തഹദീസ് ജദ്വൽ ബിൽ കാമിൽ ഔ തഹദീസ് അർഖാമു സഫാത്ത് ഫഖത്ത്, അതല്ലെങ്കിൽ അപ്ഡേറ്റ് പേജ് നമ്പേഴ്സ് ഓൺലി. നമുക്ക്
നേരത്തെ പറഞ്ഞ പോലെ ആ മാറ്റങ്ങളൊന്നും ഇതിൽ വരണ്ട, പക്ഷേ പേജ് നമ്പറുകൾ കൃത്യമായിട്ട് ഇതിൽ കാണണമെന്ന് മാത്രമാണെങ്കിൽ അത് മാത്രം നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിച്ചാൽ ആ മാറ്റങ്ങൾ മാത്രമാണ് വരിക. ഈ രൂപത്തിൽ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻറ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി തഖ്സീസ് ജദ്വൽ അൽ മുഹ്തവിയാത്ത്, കസ്റ്റം ടേബിൾ ഓഫ് കണ്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ടേബിൾ ഓഫ് കണ്ടൻ്റ് ആണ് അല്ലേ. ഇതിൽ 3 മോഡലുകൾ ടെംപ്ലേറ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. ആ ടെംപ്ലേറ്റിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യണമെങ്കിൽ ഇഖ്തർ ജദ്വൽ മുഹ്തവിയാത്തിൻ മുഖസ്സസും, ഇവിടെ കസ്റ്റം ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് മിൻ ഖായിമത്തുൽ ജദ്വൽ, ഈ ഒരു ടേബിളിൻ്റെ ലിസ്റ്റിൽ നിന്ന്. എന്നിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് എന്ത് ചെയ്യാം, കും ബിളബത്ത് തൻസീഖ്, അത് ഫോർമാറ്റ് ചെയ്യാം. അതിൻ്റെ ഫോർമാറ്റൊക്കെ സെറ്റ് ചെയ്യാം. ആ ഫോർമാറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഖത്ത്, മുസാഫാത്ത്, മുസ്തവിയാത്ത്, അതിൻ്റെ ലെവലുകൾ, അതുപോലെ തന്നെ അതിൻ്റെ സ്പേസ്, ഫോണ്ട്, ഇതൊക്കെ നമുക്ക് നിർണ്ണയിക്കാം. ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ രൂപങ്ങളൊക്കെ. അതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെത് അവിടെ മോഡിഫൈ കൊടുത്താൽ അതിൽ ഓരോന്നും നമുക്ക് അതിൻ്റെ ഏത് രൂപത്തിലേക്കാണ് വേണ്ടത്, അതിൻ്റെ ഓപ്ഷൻസുകളൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ ലെവൽ ഏതാണ് വേണ്ടത് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കതൊരു അഡ്വാൻസ് ലെവലായിട്ട് ആലോചിക്കുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ്റെയൊക്കെ ആവശ്യമുള്ളത്. للتضمين أو استثناء عناوين معينة تأكد من تعديل الأنماط المطبقة على المستند. അപ്പോൾ നമുക്കവിടെ ഈ പറഞ്ഞ പോലെ മോഡിഫൈയിൽ പോയിട്ട് നമുക്കതിൻ്റെ സ്റ്റൈലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഈ സ്റ്റൈൽസ് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഉൻവാനുകളാണോ അതല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ വേണ്ടത് വെച്ചാൽ ആ രൂപത്തിലൊക്കെ ചെയ്യാനും പറ്റും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റ്. അപ്പോൾ ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റ് هذه الصورة تظهر جدول محتويات تم إنشاؤه باستخدام الأنماط المخصصة. നമ്മൾ കസ്റ്റമായിട്ട് ചെയ്തിട്ടുള്ള അതല്ലെങ്കിൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റൈൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ ഓഫ് കണ്ടൻറ്റാണ് ഈ കാണുന്നത്. يحتوي جدول المحتويات على تقسيم الوحدات والفصول مع أرقام الصفحات لكل قسم. അപ്പോൾ ഓരോ പാർട്ടിൻ്റെയും അതിൻ്റെ ഹെഡിങ്ങുകൾ, സബ് ഹെഡിങ്ങുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അത് വേർതിരിച്ച് കാണിക്കുന്നുണ്ട് അതിൻ്റെ പേജ് നമ്പറോടൊപ്പം തന്നെ അല്ലേ. മാർക്കം സഫ ലിക്കുൽ കിസ്മി മിമാ യസഹലു അലൽ ഖാരി അത്തനഖുൽ ദാഖിൽ മുസ്തനദ്. ഇത് വായനക്കാരന് ആ ഒരു ഡോക്യുമെൻറ്റിനകത്ത് അയാൾക്ക് ആവശ്യമായ ഭാഗങ്ങളൊക്കെ നാവിഗേറ്റ് ചെയ്ത് പോകാൻ അയാളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ഓപ്ഷന് ടേബിൾ ഓഫ് കണ്ടൻറ്റും അതുപോലെ തന്നെ അൽ അൻമാത്തും രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അൻമാത്ത് ക്ലിയറായി അപ്ലൈ ചെയ്താൽ മാത്രമാണ് ജദ്വലുൽ മുഹ്തവിയാത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചേരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാതെ നമുക്ക് ഓട്ടോമാറ്റിക്കായി ടേബിൾ ഓഫ് കണ്ടൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അപ്പോഴും നമുക്ക് ഒരു സുദീർഘമായ ഡോക്യുമെൻ്റ് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് നൽകേണ്ടി വരും. അപ്പോൾ ഇത് മാനുവലായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരും അല്ലേ. മാനുവലായിട്ട് ടൈപ്പ് ചെയ്യുമ്പം ഓരോ നോക്കുമ്പോഴും ഓരോ പേജിലേക്ക് പോയിട്ട് ഏത് പേജ് നമ്പറാണോ കൊടുത്തത് ആ പേജ് നമ്പറോടെ കൊടുക്കണം. അങ്ങനെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 100 പേജുള്ള ഡോക്യുമെൻറ്റിനകത്ത് മുഴുവൻ അങ്ങനെ മാനുവലായിട്ട് സെറ്റ് ചെയ്ത് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലെന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുത്തിയാൽ ആ ഡോക്യുമെൻറ്റ്സ് അപ്ഡേറ്റ് വരുത്തി അതിൻ്റെ ടൈറ്റിലുകൾ മാറി അതല്ലെങ്കിൽ പേജ് നമ്പർ മാറുകയും ചെയ്താൽ വീണ്ടും അതേ ഒരാവർത്തി കൂടി അത് വായിച്ച് നോക്കിയിട്ട് ഓരോ പേജുകളും തിരഞ്ഞു നോക്കി പേജ് നമ്പർ ശരിയാണോ നോക്കേണ്ട ആവശ്യം വരും. എന്നാൽ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പം നമുക്ക് ജസ്റ്റ് 1-2 ക്ലിക്കിലൂടെ എത്ര വലിയ ഡോക്യുമെൻ്റ് ആണെങ്കിലും അതിൻ്റെ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഈ രൂപത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.